ഹലോ, അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് മോട്ടീഫിൽ ചെയ്ത് പഠിച്ചത്. ഇന്ന് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു മോട്ടീഫ് വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോട്ടീഫ് വരച്ചെടുക്കാം കേട്ടോ. ഫ്ലവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റോ എന്താണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതുപോലെ വരച്ച് ഒന്നുകിൽ ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യാം. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കുറേ മോട്ടീഫ് നമുക്ക് കിട്ടും കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് ചൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് പഠിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ കോമൺ ആയിട്ട് എംബ്രോയ്ഡറിയിൽ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചാണ്. നമ്മൾ നെയിം സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ ഔട്ട്ലൈൻ മാത്രമായിട്ട് സ്റ്റിച്ച് എടുക്കാനൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യാറ്. അപ്പം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനറായിട്ടുള്ളവർ ചെയ്ത് പഠിക്കുക. ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇടയിലായിട്ട് വീഡിയോ ഒന്ന് സ്പീഡായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മൾ ഷോർട്ട് വീഡിയോ ആണല്ലോ. അപ്പോൾ അതിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്ത് കാണിക്കാൻ കഴിയില്ല. എന്നാലും ഈ ഒരു ഷോർട്ടിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി അത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ആ ഔട്ട്ലൈൻ്റെ മുകളിൽ ആദ്യം കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് ബാക്കോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് തുടർച്ചയായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന രീതിയിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ ആ സ്റ്റിച്ചസ് ഇതുപോലെ ബാക്കോട്ടായിട്ട് അങ്ങനെ കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. തുടക്കത്തിലുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കേവ് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ, ഇപ്പോൾ അതിൻ്റെ ആ ഒരു പോർഷനും പിന്നെ ആ ഒരു കേവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാതെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ആ ഒരു കേവ് പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.